ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോഴേ കുഞ്ഞുമക്കളുള്ള എല്ലാ അമ്മമാരുടെ ടെൻഷനാണ് ഈ ഡയപ്പർ എങ്ങനെ എളുപ്പത്തിൽ ഡിസ്പോസിബിൾ ചെയ്യാമെന്നുള്ളത്. നമ്മൾ ഉപയോഗിക്കണ പോലെ തന്നെ ഈസി ആയിട്ട് നമുക്കിത് ഡിസ്പോസിബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. അതിനായിട്ട് തന്നെ ഞാനിവിടെ മോൾ ഉപയോഗിച്ച് കുറച്ച് ഡയപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഡയപ്പർ ഒന്ന് നമ്മൾ ആദ്യം നല്ല പോലെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. ഒറ്റ പ്രാവശ്യം ഒന്ന് കഴുകിയാൽ മതി. കഴുകി എടുത്തതിന് ശേഷം ഇത് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബക്കറ്റ് എടുക്കുക. അതിലേക്ക് ഒരു അല്പം വെള്ളം എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പകുതിയോളം വെള്ളം എടുക്കണം. വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിടുമ്പോൾ നമ്മൾ കല്ലുപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പൊടിയുപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, കല്ലുപ്പാണ് എഫക്റ്റീവ് ആവുക. അതിനുശേഷം നമ്മളിതാ ഈ ഡയപ്പർ ഒന്ന് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കീറിയിട്ട് ഈ ജെല്ല് പോലത്തെ സാധനം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്രയാണോ നമ്മൾ ഡയപ്പർ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഉപ്പ് വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 8 ഡയപ്പറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ജെല്ലെല്ലാം നമ്മളിതാ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഒരു കോല് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു 2 മണിക്കൂർ ഇതേപോലെ വെക്കണം കേട്ടോ. നമ്മൾ ഡയപ്പറിൻ്റെ ജെല്ല് ഒഴിവാക്കിയതിന് ശേഷം വരുന്ന ഈ പേപ്പർ പോലത്തെ ഭാഗം നമ്മൾ വെയിലത്തിട്ട് ഉണക്കി എടുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കത്തിച്ച് കളയാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് കത്തിച്ച് കളയാനും പറ്റും കേട്ടോ. അപ്പോൾ അതാ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, നമ്മൾ ഇട്ട് കൊടുത്ത ആ ജെല്ലെല്ലാം നല്ല പോലെ വെള്ളത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെ വേണേലും കൊണ്ട് മറിച്ച് കളയാം. പറമ്പിലോ എവിടെ വേണേലും ഒഴിച്ചാൽ ഒരു പ്രശ്നവും വരുന്നില്ല. നമുക്ക് പ്രകൃതിക്ക് ഒരു ദോഷവും ഉണ്ടാവത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡയപ്പർ എങ്ങനെ ഈസി ആയിട്ട് ഒഴിവാക്കും എന്ന് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾ ഉപയോഗിച്ച ഡയപ്പർ ഒന്നും എവിടെയും കൊണ്ട് വലിച്ചെറിയാൻ പാടില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്പോസിബിൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് ഉപയോഗിക്കണം അതിനും എളുപ്പത്തിൽ തന്നെ നമുക്കിത് നശിപ്പിച്ച് കളയാനും പറ്റൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ ബൈ.